വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മോസിങ് ആൻഡ് സൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വലിയ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കുറേ ഫ്ലോർസുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വലിയ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഹാവിങ് ലോട്ട് ഓഫ് ഫ്ലോർസ്. അപ്പോൾ ആ ഫ്ലോർസ് അനുസരിച്ച് എത്ര നിലയാണോ അത്രയും ഫ്ലോർസ് അനുസരിച്ച് നമുക്ക് അത്രയും ലെവൽസ് വേണ്ടി വരും. ഞാനിപ്പോൾ നേരത്തെ തന്നെ കുറേ ലെവൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സൗത്തിലെടുത്ത് കാണിക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ഒരു 14 ലെവൽ വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് മീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. സോ എനിക്ക് ഓരോ ലെവലിനും തമ്മിലുള്ള ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 3 മീറ്ററാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 3 മീറ്റർ ഡിഫറൻസിൽ ഞാനൊരു 14 ലെവൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മീൻസ് എനിക്കൊരു 13 നില വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഞാനിത് പറയണത് ഓൺലി ഫോർ എക്സ്റ്റീരിയർ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇടയ്ക്ക് നമ്മൾ ഫ്ലോർസ് കൊടുക്കാം, സീലിംഗ്, റൂഫ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ ഒരു എക്സ്റ്റീരിയർ മാത്രം അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷൻസിൽ നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റീരിയർ മാത്രം പെട്ടെന്ന് കാണിക്കാൻ, മോസിങ് സൈറ്റ് കാണിക്കാനായിട്ട് ഉള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ലെവൽ 1 എടുത്തു. ഞാനൊരു എക്സ്റ്റീരിയർ മാത്രമായതുകൊണ്ട് അതിൻ്റെ ഒരു ഔട്ടർ ഷേപ്പ് മാത്രമായിട്ട് വരയ്ക്കാൻ പോകുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടത്, മാസിങ് ആൻഡ് സൈറ്റ് എടുക്കുക. സൈറ്റ് എടുത്തു കഴിഞ്ഞ് ഇൻ പ്ലേസ് മാസിനെ പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, അവിടെ എടുക്കുക. മാസ് 1 മേ ബി നമുക്ക് ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ് എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രോജക്റ്റ് പേര് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആസ് യൂഷ്വൽ ഈ ഒരു ഡ്രോയിങ് ടൂൾസ് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചേക്കാം. കൂടാതെ എനിക്കൊരു പ്രൊജക്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഞാൻ അതുകൊണ്ട് ആ ഒരു പ്രൊജക്ഷൻ ഇപ്പോൾ ലൈൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു പ്രൊജക്ഷൻ എടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഔട്ടർ കോർണർ എന്ന് പറയുന്നത് എനിക്ക് ആർക്ക് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, ഈ ഒരു ലൈന് മാറ്റുക. ഇവിടെ ഞാനത് ഫില്ലറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത്, സ്പ്ലിറ്റ് വേണമെങ്കിൽ ചെയ്തേക്കാം. ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫില്ലറ്റ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ ഒരു ഔട്ടർ ലൈൻ, ഓക്കെ, നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കിതിനിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ഫോം എന്നുള്ളിടത്ത് ഞാൻ സോളിഡ് ഫോം എന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത്. സോളിഡ് ഫോം എന്ന് പറയുന്നത് ഒരു 3D സോളിഡായിട്ട് നമുക്ക് കിട്ടും. ഈവൻ വോയിഡ് ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോകാഡിലേക്ക് കാണിക്കുന്ന പ്രസ് പുൽ പോലെയാണ്. നേരത്തെ ഇല്ല, ഒരു 3Dയിൽ നിന്ന് നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഹോളോ സ്പേസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ വോയിഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ സോളിഡ് ഫോമാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സോളിഡ് ഫോമിന് കൊടുത്തു കഴിഞ്ഞു ഞാൻ. എന്നിട്ടാണ് അടുത്ത ടിക്ക് ഞാനിവിടെ കൊടുക്കാൻ പോണത്. ഓക്കെ, ഇപ്പോൾ ഇതെനിക്ക് എലിവേഷനിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്തിൽ വന്ന് നോക്കി എത്രയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രയായിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡ്രാഗിങ് ഫ്ലാഗ് വെച്ചിട്ട് എനിക്ക് എത്ര ലെവൽസ് വേണോ അത്ര ലെവൽസ് എനിക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് വിടാൻ പറ്റും. ഇപ്പം നമുക്കത് 3D നോക്കാം എങ്ങനെയാണ് എക്സ്റ്റീരിയർ പോർഷൻ ഉള്ളതെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ 3D സോളിഡായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇനി വാളില്ല, ഫ്ലോറില്ല, സംതിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദർ ഈസ് എൻ മാസ് ഫ്ലോർസ്. അപ്പോൾ അവിടെ മാസ് ഫ്ലോറിനുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ലെവലിലാണ് ഫ്ലോർ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നു. ലെവൽ 1, ലെവൽ 2 എല്ലാ ലെവൽസിലും ആ ഒരു ലാസ്റ്റ് ലെവലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലെവൽസും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ലെവലിൽ വരുന്ന ആക്ച്വലി ഫ്ലോറല്ല, റൂഫാണ്. സോ ഞാൻ ലെവൽ 13 വരെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടോ എനിക്ക് ആ ഒരു ലെവൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഓരോരോ ലെവലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ റൂഫാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒരു ഫ്ലാറ്റ് റൂഫായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അതിനെങ്ങനെ മാസിങ് ആൻഡ് സൈറ്റിൽ പോവുക. ഇവിടെ റൂഫ് എന്നുള്ളതുണ്ട്, ആ റൂഫ് എടുക്കുക. റൂഫ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ അവിടെ ഒരു ബ്ലൂ കളറിൽ തിളങ്ങുന്നില്ലേ, ആ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് റൂഫ് കൊടുക്കുക. ഓക്കെ, നമുക്കിങ്ങനെ റൂഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. റൂഫ് ഇവിടെ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലമെല്ലാം നമുക്കിരിക്കുന്നത് ഫ്ലോറാണ്. ആ ഒരു ഫ്ലോറും നമുക്ക് വന്നിട്ടുണ്ട്.
ഈവൻ ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് വോളാണ് കൊടുക്കേണ്ടത്. വോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ മാസിങ് ആൻഡ് സൈറ്റ് പോവുക. എന്നിട്ട് ഇവിടെ വോളിനുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വോളിനുള്ളത് നമുക്ക് എടുത്തിട്ട് ഞാൻ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ എനിക്ക് ഏത് വോളാണോ വേണ്ടത് അത് ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 300 ആണെങ്കിൽ 300 എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് എക്സ്റ്റീരിയർ, സ്റ്റഡ്, ഇങ്ങനെ ആവശ്യമുള്ള ഏതാണോ വോൾ നമുക്ക് വേണ്ടത് ആ ഒരു വോൾ നമുക്ക് എടുക്കാം. നമ്മളായിട്ട് കസ്റ്റമൈസായിട്ട് വോൾ ചെയ്തത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 300 mm കോൺക്രീറ്റ് എന്നുള്ളത് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ആ ഒരു ഫേസ് മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ. അപ്പം നമുക്കത് നോക്കി ഇങ്ങനെ കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ ആ ഒരു പ്രൊജക്ഷൻ മാത്രം ഒഴിവാക്കി വിടുന്നുണ്ട്, അതിന് വേറെ കൊടുക്കാനാണ്. ബാക്കിയുള്ള എല്ലാം ഞാൻ ആ ഒരു വോൾ കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കർട്ടൻ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ കർട്ടൻ വോളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തതിന് പറയുന്നത് മോസിങ് ആൻഡ് സൈറ്റിൽ പോവുക, ഇതേപോലെ തന്നെ കർട്ടൻ സിസ്റ്റം എന്നുള്ളത് എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു പോർഷനും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോർഷനും കൂടെ കൊടുക്കാം. ഇത് ആക്ച്വലി ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് സിസ്റ്റം എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നോക്കാം, നമുക്ക് കണ്ട ആ ഒരു സിസ്റ്റംസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് സിസ്റ്റം, അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് സിസ്റ്റം കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കർട്ടൻ സിസ്റ്റം മീൻസ് ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള സ്റ്റോർ ഫ്രണ്ടേജ് പോലെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് വേണം, അല്ല ഇതെങ്ങനെയാണ് മീൻസ് അതിൻ്റെ മുള്ളിയാൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അഡ്ജസ്റ്റ് മുള്ളിയാൻ സൈസ് ഉണ്ട്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ആണ് ഇരിക്കുന്നത്. ഇത് 1 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് 2 കൊടുത്ത് നോക്കാം, ഇവിടെ 1.5 എന്നുള്ളത് 2 കൊടുത്ത് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിംഗ് എന്ന് പറയുന്നത് കുറേ കൂടെ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മോസിങ് ആൻഡ് സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ വഴി കുറേ ഹൈ റൈസ് ആയിട്ടുള്ള ബിൽഡിംഗ് വിത്ത് ലോട്ട് ഓഫ് ഫ്ലോസും പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള റൂഫും പിന്നെ നമുക്ക് വോൾ എങ്ങനെയാണോ വേണ്ടത്, ഒരു ബിൽഡിങ്ങിൽ കൂടുതൽ വാൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതിൽ വേണമെങ്കിലും പെയിൻറ്റ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പെയിൻ്റ് ഉണ്ട്, പെയിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കളേഴ്സാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കോൺക്രീറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വേറെ കളർ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് എക്സ്റ്റീരിയർ മാത്രം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾസ് ഒറ്റ ബിൽഡിങ്ങിൽ കൊടുക്കാൻ പറ്റുക. ഓക്കെ.